തൃശൂർ കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പ് സംഘം. കുറുപ്പുംതൊടി വീരാൻകുട്ടി തലവൻ. കേരളത്തിൽ വിസ തട്ടിപ്പ് ലോബി വീണ്ടും സജീവമാകുന്നു. മുൻകാലങ്ങളിൽ പ്രത്യേക പോലീസ് സെൽ രൂപീകരിച്ച് വിസ തട്ടിപ്പ് സംഘങ്ങളെ പോലീസ് വലയിലാക്കിയെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ചാണ് സംഘടിതമായ വിസ തട്ടിപ്പ് നടത്തുന്നത്. വിസ തട്ടിപ്പുകാർക്ക് സ്വർണ്ണക്കടത്തുമായും ഹവാല ഇടപാടുമായും ബന്ധമുണ്ടെന്നാണ് സൂചന. ബഹ്റിനിലും സൗദിയിലും നല്ല ശമ്പളമുള്ള ജോലിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 1.5-2 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു. ഹവാല ഇടപാടിനും സ്വർണ്ണക്കടത്തിനുമാണ് ഈ പണം ഉപയോഗിക്കുന്നത്. തൃശൂർ തോപ്പുംതൊടി വാഴക്കോട് വളവിൽ കുറുപ്പുംതൊടി വീരാൻകുട്ടി എന്നയാളാണ് വിസ തട്ടിപ്പ് സംഘത്തലവൻ. തട്ടിപ്പിനിരയായവർ പരാതിയുമായി വീട്ടിലെത്തിയപ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി. പ്രവാസി സംഘടനകൾ മുഖേന മുഖ്യമന്ത്രിക്കും DGPക്കും തൃശൂർ പോലീസ് ചീഫിനും പരാതി നൽകുമെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. തൃശൂർ കുളപ്പുള്ളിൽ രാജൻ, ഈസ്റ്റ് മണിശ്ശേരി ഷെഖീർ ഹുസൈൻ, കൂനന്തറ ഇബ്രാഹിം എന്നിവരെയാണ് ഏറ്റവും ഒടുവിൽ കബളിപ്പിച്ചത്. ബഹ്റിനിൽ സ്പെയർ പാർട്സ് കടയിലും സൂപ്പർ മാർക്കറ്റിലും 40,000 രൂപ ശമ്പളത്തിന് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചു. 1.5 ലക്ഷം രൂപ വീതമാണ് വിസ അടിക്കാനുള്ള ചെലവ് എന്ന നിലയിൽ കൈപ്പറ്റിയത്. വളരെ വിശ്വസനീയമായി വീരാൻകുട്ടി പലരെയും ഇതുപോലെ വിശ്വസിപ്പിച്ച് വലയിൽ വീഴ്ത്തി. 6 മാസം മുമ്പ് ബഹ്റിനിലേക്ക് മുങ്ങിയ വീരാൻകുട്ടി പിന്നീട് വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുത്തില്ല. ബഹ്റിനിലെ മലയാളികൾ വഴി വീരാൻകുട്ടിയെ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ കൈമലർത്തുകയായിരുന്നു. തുടർന്ന് തട്ടിപ്പിനിരയായവർ വീരാൻകുട്ടിയുടെ വീട്ടിലെത്തി. എന്നാൽ വീട്ടുകാർക്കും തട്ടിപ്പിൽ പങ്കുള്ളതുപോലെയാണ് സംസാരിച്ചത്. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ വീരാൻകുട്ടി പലരെയും ഇത്തരത്തിൽ പറ്റിച്ചതായി പരാതിക്കാർക്ക് അറിയാൻ സാധിച്ചു. നാട്ടിൽ നിന്ന് തട്ടിപ്പിലൂടെ പണം ശേഖരിച്ച ശേഷം ബഹ്റിനിലെത്തി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തുന്നതാണ് ഇയാളുടെ രീതി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതിക്കാർ പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇയാളുടെ എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നതാണ് ആവശ്യം. ഇന്റർപോൾ സഹായത്തോടെ ഇയാളെ നാട്ടിലെത്തിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നു.